നമസ്കാരം, ശ്രീജിത്താണേ. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഓണം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് എന്താ പറയുക, ഒരുപാട് കുട്ടികളെല്ലാം വെളിയിൽ പോയി ഒരുപാട് കളിക്കും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് തെരുവ് പട്ടികളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലാണേലും പിള്ളേരെ ഓടിക്കുക അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ കേരളം മൊത്തം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ അതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ 10-1 അതായിരിക്കും ഈ തെരുവ് പട്ടിയുടെ ശല്യമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 വിഭാഗമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്, അല്ലേ? അതായത് ഈ പട്ടി സ്നേഹികൾ എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയുക, കൊച്ചാക്കുമല്ല കേട്ടോ ഞാൻ. അതായത് അവരെ അങ്ങനെയല്ലേ വിളിക്കണ്ടേ, നായ്ക്കളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ പട്ടി എന്നല്ല. അപ്പോൾ പട്ടി സ്നേഹികൾ അങ്ങനെ അതൊരു വിഭാഗം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ തെരുവ് നായ്ക്കളെ കൊല്ലണം, അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക അടിച്ചോടിക്കണം, അല്ലെ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ. അങ്ങനെ 2 തട്ടിലുള്ളവർ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരുടെ ഒപ്പം നിൽക്കണം? അതായത് ഇവിടെ മനുഷ്യനാണോ പ്രാധാന്യം നൽകേണ്ടത്, പട്ടിക്കാണോ പ്രാധാന്യം നൽകേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണതല്ലേ. അപ്പോൾ ഞാൻ ഈയിടെ ഒരു സംഭവം, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ വന്നൊരു സംഭവം, ഒരു ഡോക്ടറിന് ഒരു കുറിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു മക്കളെയും പിള്ളേരെയൊക്കെ ഓർക്കുമ്പോഴും, അവരെ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാ മനുഷ്യരെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ അതായത് നമുക്ക് ഏറ്റവും വേദനിച്ചുള്ള മരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ ഒന്നേ ഉള്ളൂ. ഏറ്റവും വേദനിച്ചുള്ള മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേവിഷബാധ ഏറ്റിട്ടുള്ള മരണമാണ് ഏറ്റവും വേദനിച്ചുള്ള മരണം. രണ്ടാമത്തെ ഏറ്റവും വേദനിച്ചുള്ള മരണമെന്ന് പറഞ്ഞാൽ പൊള്ളലേറ്റിട്ടുള്ള മരണമാണ്. ബാക്കിയെല്ലാം അതിന് താഴെയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്, അതിനുള്ള റീസൺ എന്താണ്? ഈ ഒരു സംഭവം നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പട്ടി സ്നേഹികളുടെ ഒപ്പം നിൽക്കണോ, അത് അല്ലാത്ത പക്ഷം അവരുടെ കൂടെ നിൽക്കണോ, എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ആ ഒരു കുറിപ്പൊന്ന് വായിക്കട്ടെ. ഓക്കെ. പേവിഷബാധ ഏറ്റ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അതായത് അവരുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? സ്വബോധമുള്ള ഒരു മനുഷ്യനോട് ഇന്നേക്ക് 2-3 ദിവസം കൊണ്ട് നീ മരിക്കുമെന്നും നിനക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ലോകത്ത് ഒരു മാർഗവുമില്ലെന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ? നമ്മളാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയ സമയം പ്രിയപ്പെട്ടവരെ അടുത്തിരിക്കാൻ നോക്കും, ചുറ്റും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു നിർത്തും, തെറ്റ് ചെയ്തവരോട് മാപ്പ് തേടും, പ്രിയപ്പെട്ടവരെ ആവോളം കെട്ടിപ്പുണരും, അങ്ങനെ. എന്നാൽ തനിക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്നും തനിക്ക് മരണം സുനിശ്ചിതമാണെന്നും അറിയുന്ന ഒരു മനുഷ്യനെ ഓർത്തു നോക്കിക്കേ. ആശുപത്രിയുടെ ഒഴിഞ്ഞ കോണിലുള്ള ഐസൊലേഷൻ വാർഡിലേക്ക് അപ്പോൾ തന്നെ ചെന്നെത്തുകയാണ്. പിന്നീട് നിശ്ചിത അകലത്തിൽ കണ്ടേക്കാവുന്ന പ്രിയപ്പെട്ടവർ ഇൻഫെക്റ്റഡായ സ്ഥലത്ത് തുടങ്ങുന്ന ചെറിയ തരിപ്പിൽ ആരംഭിച്ച് ചെറിയ പനി, തലവേദനയിൽ തുടങ്ങി ഒരു തുള്ളി വെള്ളം ഇറക്കാൻ സാധിക്കാത്ത വിധം തൊണ്ടയിലെ മസിലുകൾ വേദനിക്കുന്ന, ശ്വാസമെടുക്കാൻ ഭയപ്പെടുന്ന, മസിൽ സ്പാംസ് ഉണ്ടാകുന്ന, വെളിച്ചം അടിച്ചാൽ തലച്ചോർ പിളരുന്ന ബുദ്ധിമുട്ടനുഭവിക്കുന്ന അവസ്ഥ. ഇതിനിടയിലും പ്രവർത്തിക്കുന്ന ചിന്താശേഷി, ആ അവസ്ഥയൊക്കെ അറിയുന്ന ഉണർന്ന മനസ്സ്, ഉമ്മിനീർ പോലും ഇറക്കാനാവാത്ത വിധം കോച്ചിപ്പിടിക്കുന്ന മസിലുകൾ. ഈ അവസ്ഥയിലും അവർക്ക് അതിഭീകരമായി ദാഹിക്കും. വെള്ളത്തിനു വേണ്ടി കണ്ണും നാവും തേടും. ആ തേടലിൽ നാവുകൾ പുറത്തേക്ക് തള്ളി ഉമിനീർ നാവ് വഴി ഊർന്നു വീഴും. കണ്ണുകൾ പുറകോട്ട് മറിയും. വെള്ളം കൊടുത്താൽ അത് ഇറക്കാൻ സാധിക്കാത്ത വിധം വേദനയുള്ളതുകൊണ്ട് വെള്ളത്തെ ഭയക്കും. ശ്വസനത്തെ സഹായിക്കുന്ന മസിലുകൾ വേദനിക്കുകയും തളരുകയും ചെയ്യുന്നത് കൊണ്ട് ശ്വാസമെടുക്കാൻ ഭയക്കും. വെളിച്ചത്തിൽ കൃഷ്ണമണികൾ വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്നത് കൊണ്ട് വെളിച്ചത്തെയും ഭയക്കും. ഈ അവസ്ഥകളെ തരണം ചെയ്യാൻ അവർ മാനസികമായി അതിഭീകരമായ രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കും. ഈ അവസ്ഥയാണ്, ഈ ലക്ഷണങ്ങളാണ് പണ്ടുള്ളവർ പട്ടിയെ പോലെ നാക്ക് നീട്ടി കുരച്ച് കടിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തവസ്ഥയല്ലേ? സത്യത്തിൽ ലോകത്തിൽ ഒരു മനുഷ്യൻ ഇത്ര ദാരുണമായി മരിക്കുന്ന വേറെ ഒരു രീതിയില്ല. ഇടയ്ക്ക് തെളിഞ്ഞു വരുന്ന സ്വബോധത്തിൽ അയാൾ അനുഭവിക്കുന്ന മരണഭീതി മാത്രം ഓർത്തു നോക്കണം. താടിയെല്ലുകൾ അനക്കാനാവാതെ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ എല്ലാം കേട്ടിട്ടുണ്ടോ കേട്ടോ, അതായത് പേവിഷബാധ ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഈ ഏറ്റവരെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ റൂമിലാക്കുന്നു, അടച്ചിടുന്നു. അപ്പം ഞാനും ഇതിനെപ്പറ്റി ഇത്രമാത്രം ഒരു വലിയൊരു കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ടില്ല. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രമാത്രം ഇപ്പൊ ബാക്കിയുള്ള ഒരു രോഗാവസ്ഥ, അല്ലെങ്കിൽ നമ്മളൊരു മയക്കോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പം അത് സ്വബോധത്തോടെ അല്ല ചെയ്യുന്നത്, അല്ലേ?
എന്നാൽ ഈ പേവിഷബാധ ഏൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സുണർന്നിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെല്ലാം നമുക്കറിയാൻ പറ്റും. അല്ലാതെ ഈ സിനിമയിൽ കണ്ട പോലെ നമ്മൾ എന്താ പറയുക, കടിച്ചു കഴിയുമ്പോൾ നമ്മൾ പട്ടിയായി മാറുന്നു, കുരയ്ക്കാൻ വേണ്ടി കടിക്കാൻ വേണ്ടി ചെല്ലുന്നു, നമ്മൾ ഭ്രാന്തായിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയല്ല. നമുക്ക് മേലാത്ത ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥം അതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് ശ്വാസം എടുക്കാൻ പാട്, വെള്ളം കുടിക്കാൻ പാട്, കണ്ണ് കൃഷ്ണമണി തുറക്കാൻ പാട്, എല്ലാം എല്ലാം ബോഡി മൊത്തം വീക്കാണ്. ഇതെല്ലാം നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം ഭീകരാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ഇനി അതിനോടുള്ള അറിവില്ലായ്മയാണോ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഈ അലഞ്ഞടക്കുന്ന ഈ പട്ടികളെ സ്നേഹിക്കണം, അവർക്ക് കരുതൽ നൽകണം എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് രീതിയാണ്? എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ആൾക്കാരല്ലേ ദിനം ഈ കേരളത്തിൽ മൊത്തം എത്ര പേർക്ക് ഈ പേവിഷബാധ ഏൽക്കുന്ന ഈ പേപ്പട്ടിയുടെ ശല്യം ഉണ്ടാകുന്നത്? എത്ര കൊച്ചുമക്കളെ സ്കൂളിൽ നിന്ന് വരുന്ന കഴിയുമ്പോഴത്തേ അവരെ ഇട്ട് ഓടിക്കുന്ന പരിപാടികളെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇത് കാണുമ്പോഴും അവർക്ക് വിശന്നിട്ടല്ലേ, അവർക്ക് ഫുഡ് കൊടുത്താൽ മതി, ഇങ്ങനത്തെ വർത്തമാനം കേൾക്കുമ്പോൾ സത്യമായി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവിടെ ഒരു മനുഷ്യന്റെ ലൈഫ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എല്ലാം. അത്ര നോക്കിയാൽ മതി. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സ്വാർത്ഥനായിരിക്കാം, അങ്ങനെ ചിലപ്പം പറയുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. മനുഷ്യൻ കഴിഞ്ഞിട്ട് മതിയെന്ന് ഏത് പട്ടിയും, ആ ഒരു ചിന്താഗതിയാണ് എനിക്ക്. ഇതിപ്പോൾ അല്ലാത്തവർ എന്നെ ഇന്ന് പൊങ്കാല ഇടാൻ വരുമായിരിക്കും അല്ലേ, പൊങ്കാല ഇട്ടു, എന്നാലും കുഴപ്പമില്ല. കാരണം ഇത് ഞാൻ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ഇപ്പം ഈയിടെ എല്ലാം നമ്മളിങ്ങനെ ചുമ്മാ നമ്മളിപ്പം എന്നാ പറയാം, ഈ ഇൻസ്റ്റഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് തന്നെ അതിനകത്ത് വരുന്ന ഈ പറഞ്ഞ പോലെ 10-1 വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, 10-1 ഇതാണ് ഈ പേപ്പട്ടി ഓടിക്കുന്നതാണ്. അല്ലെ ഇന്നലെ കണ്ടില്ലായിരുന്നോ, ഒരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ ചാടി കയറി വരുന്നു ഒരു നായ. അപ്പോൾ അതിനെ അടിച്ചോടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു വെയിറ്റർ കമ്പുമായിട്ട് അതിനെ അടിച്ച് ചെയ്യുമ്പോഴത്തേ ആ കമ്പ് കടിച്ചു പിടിക്കുക ഈ പട്ടി. എന്നിട്ട് അവനെതിരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുക. അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിന് താഴെയുള്ള കുറേ കമൻറ്റുകൾ കാണണം. നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? പട്ടി ഇങ്ങനെ അടിക്കാവോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ പാവം വിശന്നിട്ടല്ലേ അങ്ങോട്ട് കയറി വന്നത്. അതിനൊരു ഭക്ഷണം കൊടുത്തിട്ട് അങ്ങ് പോയിക്കൊള്ളു വരായിരുന്നോ? എങ്കിലും ഇങ്ങനെ പറഞ്ഞവർ ആ പട്ടിയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയാൽ പോരെ? അങ്ങനെയുള്ളവരെ താമസിപ്പിക്കുന്നേ. എന്തിനാ ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊരു ശല്യമാക്കി ഇവരെ മാറ്റുന്നത്? അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്തായാലും ഇതിന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പ്രതികരിക്കണം. ഉറപ്പായിട്ടും പ്രതികരിക്കണം നാട്ടുകാർ, നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം. കാരണം നമുക്ക് നമ്മുടെ പിള്ളേരുടെ അല്ലെ നമുക്ക് നമ്മുടെ മനുഷ്യരുടെ നമ്മുടെ ലൈഫാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അല്ലേ? ആ ഒരു ഇതാണ് എനിക്ക്, ആ ഒരു പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. ബാക്കി ഇത് ശരിയാണോ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.